ഇഗ്നിസ് വേഴ്സസ് i20 സ്പോർട്സ് രണ്ടിനും സെയിം എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് ആണ്, പക്ഷെ വൈബ് ഭയങ്കര ഡിഫറന്റ് ആണ്. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ. i20 1.2 ലിറ്റർ കാപ്പ VT ലോങ് സ്ട്രോക്ക് സ്മൂത്തും ക്വയറ്റും ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഇഗ്നിസിലുള്ളത് മാരുതിയുടെ K12M കുറച്ചുകൂടെ പ്രൂവൺ ആയിട്ടുള്ള ഒരു ഹൈ റവിംഗ് ക്യാരക്ടർ ഒക്കെ ഉള്ള ഒരു എഞ്ചിൻ. i20 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇഗ്നിസ് ഒരു 100 കിലോഗ്രാം ലൈറ്റർ ആണ്. ലൈറ്റർ ബോഡിയും ലോവർ ഇനേഴ്ഷ്യ ഉള്ളതുകൊണ്ട് തന്നെ ഇഗ്നിസ് കുറച്ചുകൂടെ ക്യുക്കായിട്ടും അലൈവ് ആയിട്ടും ഫീൽ ചെയ്യും. i20 കുറച്ചുകൂടെ കാമറാണ്. അതുപോലെ തന്നെ ലോ ലെവലിൽ അതിന്റെ റെസ്പോൺസ് കുറച്ചുകൂടെ സ്ലോവറും ആണ്. i20യുടെ ഗിയർ ബോക്സ് കേബിൾ ഡ്രിവൺ ആണ്, അത് സ്മൂത്തും ലൈറ്ററും ആണ്. ഇഗ്നിസിന്റെ ഗിയർ ബോക്സ് റോഡ് ടൈപ്പ് മെക്കാനിക്കൽ സെറ്റപ്പ് ആണ്, അത് കുറച്ച് നോച്ചയാണെങ്കിലും നമുക്കൊരു ഷോർട്ട് ഷിഫ്റ്റർ ഒക്കെ പോലെ ഫീൽ ചെയ്യാറ്. ഇഗ്നിസിന്റെ ടേണിംഗ് റേഡിയസ് i20 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറവാണ്, അത് നാരോ റോഡ്സിനൊക്കെ പെർഫെക്റ്റ് ആണ്. പക്ഷേ വലിയ ഫീലും ഫീഡ്ബാക്കും ഇല്ലാത്ത ഇഗ്നിസിന്റെ സ്റ്റിയറിംഗിനെക്കാളും ബെറ്റർ ആണ് i20യുടെ സ്റ്റിയറിംഗ്. ഹയർ സ്പീഡ്സിൽ വണ്ടി കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. i20യുടെ ക്യാബിൻ കുറച്ചുകൂടെ വൈഡറും പ്രീമിയം ആണ്. ഡാഷ്ബോർഡ് ലേഔട്ടിന്റെ കാര്യം എടുത്ത് നോക്കിയാലും i20 ബെറ്റർ ആണ്. ഇഗ്നിസിന്റെ ക്യാബിൻ കുറച്ചുകൂടെ സിമ്പിൾ ആണ്, പ്ലാസ്റ്റിക്കിനൊന്നും വലിയ ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷേ ഫ്യൂൽ എക്കണോമിയുടെ കാര്യത്തിലും മെയിൻ്റനൻസ് കോസ്റ്റിന്റെ കാര്യത്തിലും ഇഗ്നിസ് ആണ് ബെറ്റർ. റെസ്പോൺസീവും റോയോ ആയിട്ടൊരു കാറാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഇഗ്നിസ് ആയിരിക്കും ഒരു പെർഫെക്റ്റ് ബൈ. അതല്ല കംഫർട്ടും ക്യാബിൻ ക്വാളിറ്റി ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ i20 ആയിരിക്കും നല്ലത്. ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനി വരാം. ദിസ് ഇസ് നോട്ട് എ കാഗെ, ജസ്റ്റ് എ ഡെയിലി.